ശ്രീ ഷിനാസ്, അങ്ങനെ വലിയൊരു മാനം കൂടി ഈ വിഷയത്തിലുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ നിതീഷ് അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ നമ്മുടെ പല പരീക്ഷകളും ദേശീയ തലത്തിലേക്ക് ഒറ്റ പരീക്ഷ കൂടിയാക്കി മാറ്റുന്നതോടുകൂടി ആ പരീക്ഷയുടെ സ്വഭാവം തന്നെ മാറുകയാണ്. വിദ്യാർത്ഥികൾക്ക് കോച്ചിങ്ങിന് പോകാതെ ആ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. പക്ഷേ ഈ കോച്ചിങ് സ്ഥാപനങ്ങൾ ഒരു വർഷം 1 ലക്ഷവും 1.5 ലക്ഷം രൂപ ഫീസായി ഈടാക്കുകയാണ്. ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥി എങ്ങനെ അവിടേക്ക് കയറി ചെല്ലും? അവർക്ക് ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായും അവസരം നിഷേധിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗമാകെ മാറുകയാണോ ഈ കോച്ചിങ് സെന്റർ സംവിധാനം ഇത്ര വലിയ മാഫിയായി വളർന്നതോടുകൂടി? അതെ, ശ്രീ നിതീഷ് നാരായണൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും വലിയ മാനമുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം ഇത്തരം കോച്ചിങ് സെൻറ്റേഴ്സ് വളർന്നു വരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, നമ്മളിപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റിയെങ്കിലും റൈറ്റ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അതേപോലെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു വ്യാഴവട്ടമായെങ്കിലും ഇന്ത്യക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ജോബ്ലെസ് ഗ്രോത്താണ്. GDP ഇത്ര വളർന്നു, GDP ഇത്ര വളരും എന്നൊക്കെ പറയാമെന്നല്ലാതെ ജോബ് ജനറേഷൻ ഉണ്ടാവുന്നില്ല. 2013 മുതലെങ്കിലും ജോബ്ലെസ് ഗ്രോത്താണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഇപ്പോൾ 2022-23 കണക്കനുസരിച്ച് ബിരുദധാരികളായിട്ടുള്ള ഏതാണ്ട് 13.something% വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല. അവർ അൺഎംപ്ലോയിഡാണ്, തൊഴിലില്ല പടയിലാണ്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ 12%-ലധികം പേർക്ക് അൺഎംപ്ലോയിഡാണ്. അപ്പോൾ ഈ രീതിയിൽ എൻജിനീയറിംഗ് ബിരുദധാരികൾ നമ്മൾ പല കണക്കുകളും കാണുന്നു, അവരിലും അൺഎംപ്ലോയ്മെൻറ്റ് രൂക്ഷമായ രീതിയിൽ വരുന്നു. അപ്പോൾ ജോബ് ക്രിയേഷൻ, ജോബ് ജനറേഷൻ നടക്കുന്നേയില്ല. അപ്പം നമ്മുടെ ഈ ഉദാരവൽക്കരണ സമ്പദ് വ്യവസ്ഥയിൽ വാസ്തവത്തിൽ ഈ ജോബ്ലെസ് ഗ്രോത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോബ്ലെസ് ഗ്രോത്തിൻ്റെ ഫലമായി എന്താണ്? നോൺ ഫാം സെക്ടേഴ്സിൽ കാര്യമായി യാതൊരു തരത്തിലുള്ള ജോലി സാധ്യതയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് അനുദിനം പ്രതിവർഷം കുറഞ്ഞു വരികയാണ്. അപ്പോൾ നോൺ ഫാം സെക്ടേഴ്സ്, ഫാം സെക്ടറിൻ്റെ കാർഷിക മേഖലയുടെ കഥ നമുക്കൊക്കെ അറിയാം, അതിൻ്റെ ദുരവസ്ഥ എന്താണെന്ന്. അപ്പോൾ ആകെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ആകെയുള്ള ഒരു തുറസ് എന്ന് പറയുന്നത് പരിമിതമായ ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ്സാണ്. അതേപോലെ കൂടുതൽ കൂലി സാധ്യതയും ജോലി സാധ്യതയുമുള്ള പ്രൊഫഷണൽ കോഴ്സസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സസ്, അതിനുവേണ്ടിയാണ് നീറ്റും അതുപോലെ തന്നെ JEE എൻട്രൻസും ഇതൊക്കെ നടത്തുന്നത്. UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് അതിപ്പം അതിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചു, 13.5 ലക്ഷം പേര് എഴുതുന്നു, ഏതാണ്ട് 1000 പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക്, അഭ്യസ്ത വിദ്യരായ ഗവേഷണ ബിരുദം പോലുമുള്ള ചെറുപ്പക്കാർക്ക് ആകെയുള്ള ഒരു ജോലി സാധ്യതാ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെൻറ് ജോബാണ്, അല്ലെങ്കിൽ നോൺ ഫാം സെക്ടേഴ്സിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സസിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നതാണ്. അതിനു വേണ്ടിയുള്ള മത്സരത്തിനിടയിലാണ് അങ്ങനെയുള്ള ഒരു പരിതോവസ്ഥ, ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി, ഒരു സാമ്പത്തിക പരിതോവസ്ഥ നിലനിൽക്കെയാണ് ഈ കോച്ചിങ് സെൻറ്ററുകൾ ഉത്തരോത്തരം അനുദിനം കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിൻ്റെ ഉദാഹരണം എടുക്കൂ, ഈ റാവു സ്റ്റഡി സർക്കിൾ. അവിടെ തന്നെ നോക്കൂ, അവിടുത്തെ ഫീ എന്താണ്? ഫീ നോക്കൂ, അവിടെ ജനറൽ സ്റ്റഡീസ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫൗണ്ടേഷണൽ കോഴ്സിനുള്ള ഫീ അവർ ഈടാക്കുന്നത് ഓഫ്ലൈൻ 1,75,500 രൂപ. അത് ഓൺലൈൻ ലൈവ് ആണെങ്കിൽ 95,500 രൂപ. അതുപോലെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ട് സിവിൽ സർവീസസിന്, അതിന് ഓഫ്ലൈൻ ആണെങ്കിൽ 55,500 രൂപ, ഓൺലൈൻ ആണെങ്കിൽ 45,500 രൂപ. ഇതേ അക്കാഡമി, ഇതേ സ്ഥാപനം സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ഒരു 3 മാസം എങ്ങാനുമുള്ള. അതിന് ഓഫ്ലൈൻ ആണെങ്കിൽ 18,500, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ആണെങ്കിൽ 12,500. അപ്പോൾ ഈ രാജസ്ഥാനിലെ കോട്ട പോലുള്ള വളരെ
പ്രസിദ്ധമായിരുന്നു ആദ്യം ഈ വിജയ ശതമാനം കൊണ്ട് കുപ്രസിദ്ധമായ കോച്ചിങ് സെൻ്ററായിട്ട് മാറി കൂടുതൽ ഒരുപാട് ഇത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്തു. മാനസിക സംഘർഷം, കോച്ചിങ് സെൻ്ററുകളുടെ അടിസ്ഥാന സൗകര്യമില്ലായ്മ, ഇതൊക്കെ കാരണം 2024 ജനുവരിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഗൈഡ് ലൈൻസ് ഫോർ റെഗുലേഷൻ ഓഫ് കോച്ചിങ് സെൻറ്റർ 2024 എന്ന ഇത് കൊണ്ടുവന്നിരുന്നു. അതിലുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പെർ സ്റ്റുഡൻറ്റ് 1 സ്ക്വയർ മീറ്റർ ഇടം വേണം ഒരു ക്ലാസ് റൂമിൽ. വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഫയർ സേഫ്റ്റി കോഡ് കർശനമായി പാലിച്ചിരിക്കണം. ബിൽഡിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റൊക്കെ അവർ കൈക്കലാക്കിയിട്ടുണ്ട്. പക്ഷേ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തറനിരപ്പിൽ നിന്ന് 8 അടി താഴത്തിലാണ് ഈ ബേസ്മെൻറ്റ്. ഈ ബേസ്മെൻറ്റ് വാസ്തവത്തിൽ അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് സ്റ്റോറേജ് ഫെസിലിറ്റിക്കും പാർക്കിങ്ങിനും ഒക്കെയാണ്. അവിടെയാണ് ലൈബ്രറി സ്ഥാപിച്ചിരിക്കുന്നത്. ബേസ്മെൻറ്റിൽ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബേസ്മെൻറ്റിൽ പോലും എൻട്രി എക്സിറ്റിന് 2-3 സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു എൻട്രിയും എക്സിറ്റിനും ആകെ ഒരു കവാടം മാത്രമേ ഉള്ളൂ. ഇനി ഈ തെരുവിലെ ഡ്രെയിനേജിൽ നിന്ന് ഈ ബേസ്മെൻറ്റിലേക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളം മലിനജലം ആയിരിക്കുമല്ലോ, വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതൊന്നും അവിടെയില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ആം ആദ്മി പാർട്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ട് 1 വർഷമാകുന്നേ ഉള്ളൂ. അതിനു മുമ്പുള്ള 15 വർഷം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചത് BJPയാണ്. അത് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇത്തരം കോച്ചിങ് സെൻ്ററുകൾ അനുദിനം പ്രതിവർഷം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളായി മാറിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ്. നമ്മൾ ഈ ജോബ്ലെസ് ഗ്രോത്ത്, നവ ലിബറൽ അജണ്ടയുടെ കുറിപ്പടിയായ ജോബ്ലെസ് ഗ്രോത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ എത്രയോ അധികം അഭ്യസ്ത വിദ്യർക്ക് ആകെയുള്ള ആശ്രയമായി മാറുന്നത് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് ജോബ്സും പിന്നെ വളരെയധികം മത്സരം നിലനിൽക്കുന്ന നീറ്റ് പോലുള്ള ഈ പരീക്ഷകളിലൂടെ എത്തപ്പെടുന്ന പ്രൊഫഷണൽ കോഴ്സുമാണ്. അപ്പം നോൺ ഫാം സെക്ടേഴ്സിൽ ജോലി സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫാം സെക്ടേഴ്സിനെ ഇവർ അതിപരിതാപകരമായ അവസ്ഥയിലെത്തിച്ചിരിക്കുന്നു. ഇതിൻ്റെ മർമ്മം, വാസ്തവത്തിൽ ഇതിൻ്റെ മർമ്മം നേരത്തെ നിതീഷ് നാരായണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൻ്റെ മർമ്മം കിടക്കുന്നത് ഇത്തരം റാവുസ് IAS സെൻറ്ററിന് ഇങ്ങനത്തെ സേഫ്റ്റി കോഡൊന്നും പാലിച്ചില്ല എന്നതിനപ്പുറം നേരത്തെ അടിവരയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ഭരണകൂടം ജോലി കൊടുക്കാൻ പാകത്തിലുള്ള ഒരു നയമല്ല കുറെ കാലമായി സ്വീകരിച്ചു പോരുന്നത്. ജോബ്ലെസ് ഗ്രോത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാർ കുടുസായ മുറികളിലും ഇത്ര ഭീമമായ ഫീ ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഇത്തരം ഗവൺമെൻറ് ജോബുകളിലോ അല്ലെങ്കിൽ തൊഴിലുകളിലോ അല്ലെങ്കിൽ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളിലോ എത്തിപ്പെടാനുള്ള തത്രപ്പാട് കാണിക്കും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണകൂടം കൂടുതൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് ക്രിയേഷൻ ആയിട്ടുള്ള പോളിസീസിലേക്ക് മാറണം. എങ്കിൽ മാത്രമേ ഇത്തരം കോച്ചിങ് സെൻ്ററുകളുടെ വളർച്ചയും അതിൻ്റെ വ്യാപനവും തടയാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.